ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമുക്ക് ചക്കക്കൂഞ്ഞി കൊണ്ട് നല്ല കിഡിലൻ ടേസ്റ്റിൽ ഒരു തോരനുണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാനോ ഒരു കടായിയോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചക്കക്കുരുവാണ്. അത് ഇത്രയുണ്ട്, ഒരു 10-20 എണ്ണത്തോളം ഉണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചക്കയുടെ കൂഞ്ഞി, അതും ഇത്രയുണ്ട്. പറയുകയാണെങ്കിൽ ഒരു 4 കപ്പോളം വരും. അതും ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ടില്ല, എങ്കിലും കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പോളം ഉണ്ട് വെള്ളം. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം വെച്ച് കൊടുക്കുന്നത്. സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 2 പിടി തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, ഒരു 5 അല്ലി ചെറിയ ഉള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ നമുക്ക് സാധാരണ തോരനൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി, ചൂടുവെള്ളം ചേർക്കണമെന്നില്ല. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു. ഇപ്പം നമുക്ക് തുറന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഏകദേശം നമ്മുടെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരുവും കൂഞ്ഞിയൊക്കെ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഒരു ചെറിയ തേങ്ങയുടെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്, പകുതിയിലേറെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞിട്ടുള്ള തേങ്ങയാണ്, അതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. പിന്നെ എടുത്തത് ഒരു 10-20 അല്ലി ചെറിയ ഉള്ളി, ഒരു ചെറിയ സവോള, ഇത്രയും കൂടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ചേർത്തിട്ട് ഒരൽപ്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിൽ ചേർത്തിട്ടുണ്ട്, എങ്കിലും നമ്മുടെ ഈ കൂഞ്ഞിയില്ലേ, ചക്കക്കൂഞ്ഞിയും ചക്കക്കുരുവിനൊക്കെ ഒരു കളർ കിട്ടാനായിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് വരാനായിട്ടാണ് ഇപ്പം നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ വിചാരിക്കും, ചക്കക്കൂഞ്ഞിയല്ലേ അല്ലെ ചക്കക്കുരുവല്ലേ, അങ്ങനെ പറഞ്ഞ് കളയരുത് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്ക് ചക്കക്കൂഞ്ഞി തോരൻ വെച്ചെടുക്കാൻ പറ്റും. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി ഒന്നിരിക്കട്ടെ. വെള്ളം ചേർത്തിട്ടില്ല, ഈ ആവിയിൽ തന്നെ നിന്ന് നമ്മുടെ ചേർത്തിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും സബോളയൊക്കെ പച്ചമുളകൊക്കെ വെന്ത് വരും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മീഡിയം ടു ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ചക്കക്കൂഞ്ഞിയും ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ ചക്കക്കുരു ആണെങ്കിലും വെന്ത് അങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ തോരൻ കിട്ടില്ല. ഇത്രയും മതി. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചക്ക വിഭവങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ജീരകവും കുറച്ചധികം തന്നെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഈ ചക്ക കൂഞ്ഞി കൊണ്ട് നമ്മൾ ഒന്നൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ആവിയിലിരുന്നൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ്.
അപ്പം നമ്മളിനി ഇത് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. അത് നമ്മൾ കുറച്ച് എന്താ കറിവേപ്പിലയൊക്കെ ചേർത്താണല്ലോ അരച്ചിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി, ജീരകം, ചെറിയ ഉള്ളി, ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അടിപൊളിയാണ്. ഈ അരപ്പൊന്ന് വെന്ത് വരുമ്പോൾ നല്ലൊരു എന്താ പറയുക കിടിലൻ ടേസ്റ്റ് തന്നെ, മണം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊന്ന് ഉപ്പ് പാകമാണെന്ന് നോക്കി. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൂടി കൈകൊണ്ട് തന്നെ ഒന്ന് വിതറി ഇട്ട് കൊടുത്തു. കാരണം ഇത് നമ്മുടെ തോരൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് വിതറി ഇട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തു. ഇതാ ഇവിടെ നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കരുത്, എങ്കിലും നല്ലതുപോലെ വെള്ളം തോർന്നു വരണം. ഒരുപാട് ഡ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ ചക്ക കുരുവും കൂടെ ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഭയങ്കര ഡ്രൈ ആയി പോവും. അപ്പോൾ നമ്മുടെ ചക്ക കൂഞ്ഞി ഇവിടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അടിക്കട്ടിയുള്ളൊരു കടായിയോ പാനോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തോരൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നല്ലതുപോലെ തന്നെ വെന്തിട്ടുമുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ഒരല്പം തൈര് ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ 4 മണി സമയത്തൊക്കെ ഇതിലൊരു പ്ലേറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കോമ്പിനേഷനാണല്ലേ, ചായയുടെ കൂടെ, കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് നമ്മൾ ചേർത്തിട്ടുള്ള കടുക് വറുത്ത് ചേർത്തില്ലേ, അതെല്ലാം എല്ലായിടത്തേക്കും നല്ലതുപോലെ ഒന്ന് ആയിക്കോട്ടെ. ഒരല്പസമയം കൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം നമ്മൾ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ഇതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രൈ ആയി പോകണ്ട. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പെല്ലാം നല്ല കറക്റ്റാണ്, നല്ല കിഡിലൻ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ചക്കക്കുഞ്ഞി തോരൻ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തു നോക്കിയിട്ട് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തോരൻ ഇവിടെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ കുറച്ച് അധികം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചായയുടെ കൂടെ, കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കിഡിലൻ ടേസ്റ്റിൽ ചക്കക്കൂഞ്ഞി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ.